വചനത്തിൻ വഴിയേ സ്വർഗ്ഗത്തിലെത്താം. ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, റോമാലേഖനം 5-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. കേൾക്കാൻ വളരെ എളുപ്പമുള്ള ഒരു വചനം, കഷ്ടതകളിൽ അഭിമാനിക്കുകയും. ഒരുപാട് സഹിച്ച് പദം വന്ന തുപ്പല് ചിതറുന്നത് പോലെ വായിൽ നിന്നും ചങ്കിൽ നിന്നും തീ ചിതറിയിട്ടുള്ള മനുഷ്യരെ, ചങ്ക് വാടിപ്പോയവരെ, നാം കഷ്ടതയിലും അഭിമാനിക്കും. എന്തെന്നാൽ അതിന്റെ ദൈവിക ജ്ഞാനം ഇതാണ്: കഷ്ടത മെല്ലെ മെല്ലെ സഹനശീലത്തെ വളർത്തിയെടുക്കും. സഹനം ഒരു ശീലമായി, ഒരു ഭാവമായി, ഒരു പതിവായി ആത്മാവ് കഴിയുമ്പോൾ കഷ്ടത സഹനശീലവും, സഹനശീലം ആർക്കും ഒൽപ്പിക്കാനാവാത്ത ഒരു ആത്മധൈര്യവും, അതിൽ നിന്നൊരു പ്രത്യാശയും വരും. കണ്ടിട്ടില്ലേ ചില അമ്മമാരൊക്കെ സഹിച്ച് സഹിച്ച് പദം വന്നിട്ട് ഒരു പോരാളിയെ പോലെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത്? നല്ല പ്രായത്തിലെ വിധവയായി പോയി, ജീവിതത്തിൽ കൺമുമ്പിൽ ഒന്നുമില്ല, ആരുമില്ല സഹായിക്കാൻ. ആ പാവപ്പെട്ട സ്ത്രീ പെട്ടെന്നൊരു പോരാളിയാകുന്നു. ഒരു ആത്മധൈര്യം. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം മുഖപ്രസാദവും പ്രത്യാശയും തരും. ഈ പ്രത്യാശ പിന്നെ ആർക്കും എടുക്കാൻ പറ്റും. ഞാൻ സഹിച്ചതിനൊന്നും ഒരളവില്ല ദൈവമേ, ഞാൻ ഒഴുക്കിയ മിഴിനീരിനതിരില്ല ദൈവമേ, ഞാൻ സഹിച്ചതിനൊന്നും ഒരളവില്ല ദൈവമേ, ഞാൻ ഒഴുക്കിയ മിഴിനീരിനളവില്ല ദൈവമേ, അങ്ങയെ കാണോളം ഞാനാകെ നിരാശനായിരുന്നു, ക്രൂശിൽ നോക്കുവോളം ഞാൻ കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു. അഭയം നീയേ നാഥാ. ഞാൻ കണ്ണീരൊഴുക്കി തകർന്നു വരാം, പക്ഷെ നിന്നെ കണ്ടു കഴിഞ്ഞപ്പം എന്റെ മുഖം മാറി, എന്റെ മിഴി മാറി, എന്റെ അകം മാറി. ആമേൻ, ആമേൻ.